അത് പണ്ട് അവിടെ ശിവന്റെ ഉണ്ടായിരുന്നു, പാർവതിന്റെ ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക. ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ച സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കത്തിനെതിരെ ഒരു പോലീസ് കേസ് പോലും എടുത്തിട്ടില്ല. ഒരു ഹിന്ദു സംഘടനകളും പരാതി നൽകിയിട്ടില്ല. PC ജോർജ് മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് PC ജോർജിനെ കസ്റ്റഡിയിലെടുത്തതും ഇപ്പോൾ ആശുപത്രിയിലാണ്, ECGയിൽ വ്യതിയാനമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി അതല്ലേ. നമ്മൾ ഹിന്ദുക്കളെക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. ഹിന്ദു ദൈവങ്ങളെ എന്ത് വേണമെങ്കിലും പറയാം, എന്ത് അധിക്ഷേപവും നടത്താം. ഹിന്ദുക്കളെ അമ്പലത്തിൻ്റെ മുന്നിൽ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞ ഒരു സംഘടന വരെ ഇവിടെ ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ PC ജോർജ് പറഞ്ഞത് എന്താ, ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു, അത് ഒരു അടച്ചാക്ഷേപമാണ്. അതുകൊണ്ട് ഇദ്ദേഹം വർഗീയ കലാപത്തിന് ശ്രമിച്ചു, അല്ലെങ്കിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് ഉണ്ടാക്കുന്നു. PC ജോർജിനെ പറഞ്ഞ് പിടിച്ചകത്തിടുന്നു. പക്ഷേ ഇതേപോലെ തന്നെ പറയുന്ന പോലെ എത്രയോ ആളുകളാണ് ഹൈന്ദവ ദൈവങ്ങളെ വളരെ മോശം രീതിയിൽ പരാമർശിക്കുന്നത്, ഭയങ്കര മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത്. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇന്ത്യയുടെ ഒരു സംസ്കാരം, ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എല്ലാത്തിനെയും സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വൈദേശിക ആക്രമണം ഉണ്ടായപ്പോൾ പോലും നമ്മൾ ഇരു കൈയും നീട്ടി അത്തരത്തിലുള്ള വിദേശികളെ വീണ്ടും സ്വീകരിച്ചത്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പാരമ്പര്യത്തെയൊക്കെ അത് മലീമസപ്പെടുത്തുകയാണ്. നമ്മൾ ഉറക്കം നടിച്ച് കിടന്നപ്പോഴൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തി നമ്മുടെ തലയ്ക്ക് മുകളിൽ വന്നിരുന്ന് ഭരണം നടത്തുകയാണ്. അതിൻ്റെ തുടർച്ചയല്ല ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും ഹൈന്ദവ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അതിൽ ഊന്നി ജീവിക്കുന്ന ആളുകൾ, മറ്റാളുകൾ നമ്മളെ തലയിൽ കയറി വന്നാലും അല്ലെ തലയിൽ കയറി ഉപദ്രവിക്കാൻ വന്നാലും നമ്മൾ സഹിഷ്ണുതയോടെ നിലകൊള്ളുന്നു. നമ്മൾ ഇതിൻ്റെ കേസിൻ്റെ പുറകെ പോകുന്നില്ല, നമ്മൾ വലിയ വൈരാഗ്യത്തിൻ്റെ പുറകെ പോകുന്നില്ല. പകരം ഇസ്ലാം മതത്തിൽ ഉൾപ്പെട്ട ആളുകൾ പോലും ഈ അവരുടെ പ്രവാചകൻ്റെ ഒരു ചിത്രം വരയ്ക്കാനോ അവരുടെ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്താനോ ഇപ്പോഴും ധൈര്യമില്ല. അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും. അതിനെ പേടിയുണ്ട്. അപ്പോൾ PC ജോർജ് ഇവിടെ ഒരു കാര്യം പറയുകയും ആ കാര്യം സത്യമാവുകയും ചെയ്യുമ്പോൾ PC ജോർജ് ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തന്നെ പറയുന്ന പോലെയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ SFIയുടെ നേതാവാണ്. അവനെ കൊല്ലപ്പെട്ടു. അവൻ എന്താ പറഞ്ഞത്, ഇവിടെ ഹിന്ദുക്കളെ തുടർച്ചയായിട്ട് ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ വിമർശിക്കുന്നു, തോന്നിയവാസം പറയുന്നു. എങ്ങനെ? RSSൻ്റെ പേര് പറഞ്ഞ്. അതായത് എല്ലാ കുറ്റവും RSSനാണെന്ന് പറയുകയും എന്നാൽ ഹിന്ദുക്കളെ മൊത്തം അടച്ചാക്ഷേപിക്കുകയും വളരെ മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഹൈന്ദവ ദൈവങ്ങളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയാൽ ഉടനെ അവൻ RSS ആണ്, അല്ലെ ഹൈന്ദവ വിശ്വാസവുമായിട്ട് ഇവൻ വർഗീയവാദിയാണെന്ന് ചിത്രീകരിക്കപ്പെടുന്നു. മറ്റു മതസ്ഥർക്ക് മോസ്കിൽ പോകാം, അതുപോലെ തന്നെ ചർച്ചിൽ പോകാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗക്കാർ ഇത്തരത്തിൽ പെരുമാറുന്നത്? അത് ഗൗരവമായി നമ്മൾ കാണേണ്ടതല്ലേ. അപ്പോൾ ഇന്നലെ വന്നൊരു പോസ്റ്റാണ് സിനി, ആരെഴുതിയെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. PC ജോർജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഉണ്ണിയേശുവിൻ്റെ പുൽക്കൂട് തകർത്താലും യേശു ക്രിസ്തു പിഴച്ചുപറ്റതാണ് എന്ന് ഉസ്താദ് പരസ്യമായി പറഞ്ഞാലും, പള്ളിമുറ്റത്ത് കയറി കത്തോലിക്ക പുരോഹിതനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാലും, പോസ്കോ കേസിൽ പ്രതിയായാലും, മലദ്വാർ ഗോൾഡിൽ പ്രതിയായാലും അവരെയെല്ലാം ഒരു പ്രത്യേക മതക്കാർ എന്ന് ഭയത്തോടെ മാത്രം വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ മതേതരത്വം എല്ലാവർക്കുമെതിരെ ആക്ഷൻ ഉണ്ടാവണം. അതല്ലേ നീതി? ഹിന്ദുക്കളെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് യൂത്ത് ലീഗുകാർ. അവരാണ് ഇന്ന് PC ജോർജിനെതിരെ പരാതി നൽകിയതും കേസ് കൊടുത്തതും. സ്വന്തം പാർട്ടിയുടെ റാലിയിൽ ഹിന്ദുക്കൾക്കെതിരെ വംശഹത്യ ഭീഷണി മുഴക്കിയ അവരാണ് ഇപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞ് ഗീർവാണം അടിക്കുന്നത്. ഏതെങ്കിലും ഒരു ജഡ്ജ് ജാമ്യം നിഷേധിച്ചു എന്ന് കരുതി ലോക അവസാനമാകുന്നില്ല. 2 ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടും. പക്ഷേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു വിഭാഗത്തിന് മാത്രമായി കിട്ടുന്ന അമിത പരിഗണനയുടെ പ്രത്യാഘാതം ഇവിടെ തീർച്ചയായും ഉണ്ടാകും. അതിന് നിമിത്തമാണ് PC-യുടെ ജയിൽവാസം. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മതവർഗീയവാദികൾക്കൊക്കെയും മൗലികവാദം എന്ന ഒരു അജണ്ട മാത്രമേ ഉള്ളൂ എന്നും പൊതുശത്രുവിനെ ഒതുക്കാൻ അവർ എല്ലാവരും ഒന്നാണെന്നും കൂടെ ജയ് വിളിച്ച് നടക്കുന്ന നിഷ്കളങ്ക വിട്ടികൾ അറിയട്ടെ. ഇങ്ങനെയാണ് ശ്രീജിത്ത് തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരാളാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ സത്യമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഈ ഹിന്ദുക്കളെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞാലും, ഇപ്പോൾ SDP-യുടെ ജാഥകളിൽ അവലും മലരും കുന്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചാലും ഒന്നും ആർക്കും പരാതികളില്ല. ഹിന്ദു സംഘടനകൾ ആരും പരാതിയുമായി രംഗത്തെത്താറില്ല. പക്ഷേ ചില മതക്കാരെ പറയുമ്പോൾ ഞങ്ങളെ പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും എന്ന് കാണിച്ചു തരികയാണ്
ചില ആളുകൾ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കണം. കാരണം അവർക്ക് എന്തും പറയാം, എന്തും പിന്നെ വിളിച്ചു പോവുക എന്നുള്ള നിലയിലേക്ക് വന്നു. ഇപ്പോൾ ഏറ്റവും അടുത്ത സമയത്ത് ഈ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലേ? അതിൻ്റെ ആ സംഘടനയിൽ നിരോധിക്കപ്പെട്ടു. ആ സംഘടനയിൽ വിശ്വസിച്ചിരുന്ന പ്രവർത്തകർ, നേതാക്കളൊക്കെ പുറത്തുണ്ട്. കുറേ നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോൾ വീണ്ടും SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വീണ്ടും സജീവമായി പ്രവർത്തനം തുടങ്ങി. കൊല്ലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രകടനം സംഘടിപ്പിച്ചു. അതിൽ വലിയ തോതിലാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ SDP ആൾക്കാരെല്ലാം കൂട്ടം കൂടിയത്. ഇവർക്ക് ഹൈന്ദവ ദൈവങ്ങളെയൊക്കെ നിശ്ചിതമായി വിമർശിക്കാം, കുറ്റപ്പെടുത്താം, മോശമായി ചിത്രീകരിക്കാം. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? RSSനെതിരെ നിലപാട് കൊള്ളുന്നു. RSS എന്ന് പറഞ്ഞാൽ ഹിന്ദു അല്ല, ഹൈന്ദവ സംസ്കാരം വേറെയാണ്. അപ്പോൾ RSSൻ്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കളുടെ തലയിൽ കയറുകയാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞതിനാണ് ഇവിടെ അഭിമന്യു എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. എന്നിട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് SFIക്കും CPMനും അറിയാമെങ്കിലും ഇന്നുവരെ മുഴുവൻ പ്രതികളെ പിടികൂടിയിട്ടില്ല. പിടികൂടിയിട്ടുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ തുടർ നടപടികൾ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ കൃത്യമായി അലംഭാവം കാണിക്കുന്നു. സ്വന്തം മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുമായി ബന്ധപ്പെട്ട് ഈ അഭിമന്യുവിൻ്റെ അമ്മ ഒടുവിൽ CPM നേതാക്കളുടെ കാല് പിടിക്കേണ്ട ഗതികേട് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഹൈന്ദവ ദൈവങ്ങളെ, ഹിന്ദു ജനതയെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. PC ജോർജ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ സ്വാഭാവികമായി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരാമർശം നടത്തി. ആ പരാമർശം ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തി അല്ലെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിലെ കപട മതേതരവാദികൾ വരികയാണ്, അല്ലെങ്കിൽ സോക്കോൾഡ് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ വരുന്നു. ഇനി അതിനും അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ ഞങ്ങളാണ് നവോത്ഥാന നായകർ എന്ന് പറയുന്നു. ഈ നവോത്ഥാന നായകർ എപ്പോഴാണ് വരുന്നത്? ഇടതുപക്ഷത്തിന് സംരക്ഷണം ഒരുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് സംരക്ഷണം ഒരുക്കുമ്പോൾ മാത്രമാണ് ഇവർ പറയുന്നത്. ഹിന്ദുക്കൾക്കെതിരെ നിലപാടെടുത്താൽ അതിനാണ് വിപണിയിൽ കൂടുതൽ ആളുകളുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഹിന്ദുക്കളെ കുറ്റം പറയും. അത് പരോക്ഷമായി RSSനെതിരെയാണെന്ന് പറയും, നരേന്ദ്രമോദിക്കെതിരെയാണെന്ന് പറയും, BJPക്കെതിരെയാണെന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്ന ചില ആളുകളെ, മുസ്ലിം സമുദായത്തിലെ ചില പണ്ഡിതരെ ഇപ്പോഴും എന്തിനാണ് മറ്റുള്ളവർ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? അപ്പം ഹിന്ദുക്കളെ എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയൊന്നുമില്ല. ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ചാൽ നടപടിയില്ല. തിരിച്ച് മുസ്ലിം സമുദായത്തെയോ എന്തെങ്കിലും ചാനൽ ചർച്ചയ്ക്കിടയിൽ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയാലോ ഉടൻ അയാൾ തീവ്രവാദ നിലപാടുള്ളയാളാണ്, അല്ലെങ്കിൽ അയാൾ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം നടത്താനായിട്ട് ശ്രമിച്ചു, വർഗീയ കലാപത്തിനുള്ള ആഹ്വാനമായി ഇതിനെ ചിത്രീകരിക്കപ്പെടുന്നു. എന്തിനാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ഇത്തരത്തിൽ വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്നത്? എന്തിന്? നമ്മുടെ മാധ്യമങ്ങൾ പോലും അത്തരം വാർത്തകൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നു. തിരിച്ചാണ് വാർത്ത ഉണ്ടാകുന്നതെങ്കിൽ തിരിച്ചുള്ള വാർത്തകൾ എത്രത്തോളം തമസ്കരിക്കും. അപ്പോൾ ഹിന്ദുവായി ജനിച്ചു എന്നതിൻ്റെ പുറത്ത് എത്രയോ പേർ ഇവരുടെ ഈ ആട്ടും തുപ്പുമേറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഈ ശരങ്ങളേറ്റ് വയ്യാതെ ആയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ ഈ PC ജോർജിനെതിരെ എടുത്ത കേസ് ശരിയായ രീതിയിലാണോ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ഹൈന്ദവർക്കെതിരെ പറഞ്ഞ ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആ ഉസ്താദുമാരുടെ അല്ലെങ്കിൽ മതപണ്ഡിതരുടെ അവസ്ഥ എന്താണ്? ഇനി ഹിന്ദുക്കൾക്കെതിരെ മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിനെതിരെയും പറയുന്നുണ്ട്. ഹിന്ദുക്കളുടെ അമ്പലത്തിന് മുന്നിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ക്രൈസ്തവരുടെ പള്ളിക്ക് മുമ്പിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഒരു പ്രശ്നവും. നമുക്കറിയാലോ, ഒരു വൈദികനെ ചർച്ചിൻ്റെ മുമ്പിലിട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വളഞ്ഞു വെച്ച് ആക്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായി. ഇതിൻ്റെ അന്വേഷണം എവിടെ പോയി? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അന്വേഷണമൊക്കെ മുന്നോട്ട് പോകാത്തത്? അപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ ആ സർക്കാർ എല്ലായ്പ്പോഴും ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ടല്ലേ PC ജോർജിന് ഈ ഗതികേടുണ്ടായത്? തീർച്ചയായിട്ടും PC ജോർജിൻ്റെ അവസ്ഥ ഒരു പാഠമായിരിക്കും എല്ലാവർക്കും. അതായത് ഒരു പ്രത്യേക മതത്തെ തൊഴുമ്പോൾ മാത്രം പൊള്ളുന്ന ചിലരുണ്ട്. അവരുടെ ഈ നിലപാടിനെ ശക്തമായി തന്നെ കേരളം എതിർക്കും.